അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇക്കഴിഞ്ഞ നവംബർ മാസം 15-ാം തീയതി ജെറൂസലേം പോസ്റ്റിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു. യൂറോപ്യൻ യഹൂദ റബ്ബിമാരുടെ സംഘടനയായ ദ കോൺഫറൻസ് ഓഫ് യൂറോപ്യൻ റബ്ബീസ് പ്രസിഡന്റ് റബ്ബി പിൻകാസ് ഗോൾഡ്സ്മിത്ത് വരാനിരിക്കുന്ന അമേരിക്കൻ സർക്കാരിനെ കുറിച്ച് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞതായി. ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ആരംഭമാണ് അമേരിക്കയിൽ ഡാനിയൽ ട്രംപ് ഭരണമേറ്റെടുക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ വംശീയതയെയും വർഗീയതയെയും ഉപയോഗപ്പെടുത്തിയ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഡാനിയൽ ട്രംപിൻ്റെ വിജയം മാനവികതയും മനുഷ്യ സാഹോദര്യവുമെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളെയെല്ലാം നിരാശയിലായിത്തീരിക്കുകയാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വിരോധം പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ വംശീയ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധമാണ്. ഈ കാഴ്ചപ്പാടുകൾ പ്രകാരം തന്നെയായിരിക്കും തൻ്റെ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള ഗമനമെന്ന് തൻ്റെ സർക്കാരിലെ പ്രധാനപ്പെട്ട 5 പേരെ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റായി പറഞ്ഞിട്ടുള്ള സ്റ്റീവ് ബാനോൺ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി പറഞ്ഞിട്ടുള്ള മിഖായേൽ ഫ്ലിൻ, CIA ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള കൻസസ് റപ്പ്, അറ്റോർണി ജനറലായി പറഞ്ഞിട്ടുള്ള ജെഫ് സെഷൻസ്, ഇവരെല്ലാം തന്നെ അറിയപ്പെട്ട ഇസ്ലാമോഫോബിക്കുകളാണ്. അഥവാ ഇസ്ലാമിനെക്കുറിച്ച് ഭയപ്പാട് അമേരിക്കൻ സമൂഹത്തിൽ വളർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളാണ്. താൻ തിരഞ്ഞെടുത്ത 5 പ്രധാനികളിൽ 4 എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ലോകം പൊതുവെ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷത്തേക്കാണ് ലോകത്തിൻ്റെ പോക്ക്. ഡാനിയൽ ട്രംപ് ക്രിസ്ത്യൻ വലതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു. ക്രിസ്ത്യൻ തീവ്രവാദമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും. അതേപോലെ തന്നെ 2015 മാർച്ച് മാസം 17-ാം തീയതി അധികാരമേറ്റെടുത്ത ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ തീവ്രവാദത്തിൻ്റെ വക്താവാണ്. യഹൂദ വലതുപക്ഷമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ എല്ലാം ലോകത്തിൻ്റെ വലത്തോട്ടുള്ള പോക്കിൻ്റെ തുടക്കം 2014 മെയ് മാസം 26-ാം തീയതി ഫലം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഭരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദു വലതുപക്ഷമാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിച്ച ഉടനെ തന്നെ ലോകത്തിൻ്റെ ഈ രൂപത്തിലുള്ള വലത്തോട്ടുള്ള പോക്കിനെക്കുറിച്ച് പ്രവചിച്ച ആളുകളും ഡാനിയൽ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ CEO ആയിരുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സ്റ്റീവ് ബാനോൺ മോഡിയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഗ്ലോബൽ റിവോൾട്ടിൻ്റെ ലോക വിപ്ലവത്തിൻ്റെ തുടക്കമെന്നാണ്. അദ്ദേഹം പറഞ്ഞത്, ഐ തിങ്ക് യു ആർ ഗോയിങ് ടു സീ ദാറ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക, ഐ തിങ്ക് യു ആർ ഗോയിങ് ടു സീ ഇറ്റ് ഇൻ ഏഷ്യ, ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ഇന്ത്യ എന്ന്. ഇന്ത്യയിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കം ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ലോകത്ത് നടക്കാൻ പോകുന്ന വലിയ വിപ്ലവം ഇവരുടെ എല്ലാം ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ലോകക്രമത്തിൻ്റെ തുടക്കമാണ്. വലത്തോട്ടുള്ള ലോകത്തിൻ്റെ ചായ്വ് തുടങ്ങിയ ഇന്ത്യയിൽ ഇസ്ലാമിനെ തമസ്കരിക്കുന്നതിനും മുസ്ലിങ്ങളെ വികൃതവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക പ്രബോധകരെ UAPA ചുമത്തി നിശബ്ദരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. മുസ്ലിം സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. ഇസ്ലാമിക ശരീഅത്തിനെ തന്നെ പൂർണ്ണമായി
ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തുന്ന ലോക സാഹചര്യത്തിൻ്റെ തുടക്കം ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലോകത്ത് ഭയപ്പാടിൻ്റെ ചിഹ്നങ്ങളുണ്ട്. ഭയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മറ്റൊരു വശത്ത് സജീവമാണ്. മുസ്ലിം നേതാക്കന്മാരെ ഭിന്നിപ്പിക്കുകയും സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളും വ്യാപകമാണ്. ഇതേതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നതല്ല. ലോകത്ത് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ വലത്തോട്ടുള്ള പോക്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണിത്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും ഇസ്ലാമോഫോബിയ അതിൻ്റെ ഓരോ തലങ്ങളിൽ കടന്നു വരികയാണ്. കൊച്ചു കേരളത്തിൽ 14 നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളായി, സ്നേഹിതന്മാരായി, സുഹൃത്തുക്കളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് അവിടേക്ക് പോലും ഈ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭയം കടന്നു വരുന്നു, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം കടന്നു വരുന്നു. ശുദ്ധ മതനിരപേക്ഷ ബുദ്ധിജീവികൾ പോലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംശയിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഉപേക്ഷിക്കുവാൻ, അങ്ങനെ മതനിരപേക്ഷരാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് സമുദായത്തിനകത്ത് നിന്ന് തന്നെ ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു. താടി നമുക്കൊഴിവാക്കാം, ഹിജാബ് നമുക്കൊഴിവാക്കാം, നെരിയാണിക്ക് മുകളിൽ വസ്ത്രമുടുക്കുന്നത് നമുക്കൊഴിവാക്കാം. അങ്ങനെ സമൂഹത്തോട് ഇഴുകിച്ചേർന്ന് ശുദ്ധ മതേതരന്മാരാണ് തങ്ങളെന്ന് വരുത്തി തീർത്ത് നമുക്ക് നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടി പരിശ്രമിക്കാമെന്ന രൂപത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയെല്ലാം തന്നെ നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും എന്താണ് ഒരു മുസ്ലിമിൻ്റെ ഇത്തരം രംഗത്തിലെ ദൗത്യമെന്നും എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം നഷ്ടമായിരിക്കും. അള്ളാഹുവിൻ്റെ മതത്തെ സംബന്ധിച്ചിടത്തോളം ആ മതം നിലനിർത്തുവാൻ അള്ളാഹുവിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അവൻ സ്വീകരിക്കും. ആ മതത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നീക്കുകയും മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഉപേക്ഷിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിക ജീവിതക്രമം തന്നെ ഉപേക്ഷിക്കാം, നമുക്ക് മുസ്ലിമാണ് എന്ന കാര്യത്തിലുള്ള അഭിമാന ബോധം ഉപേക്ഷിക്കാം. എന്നിട്ട് പൊതുസമൂഹത്തോടൊപ്പം ആ ആദർശം ഒഴിവാക്കിക്കൊണ്ടുള്ള ഇഴുകിച്ചേരൽ നടത്താം. അങ്ങനെ മതനിരപേക്ഷതയുടെ വക്താക്കളായി നമ്മൾ മാറിയാലും ഇവിടെ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് മാറ്റമുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന് അവൻ്റേതായ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ അള്ളാഹു അവൻ്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ അവൻ്റെ ദീനിൻ്റെ വക്താക്കളാകാതിരുന്നാൽ നമ്മളെ മാറ്റിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ 5 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, മുസ്ലിം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് അധികാരം നൽകുന്നതും എടുക്കുന്നതും എന്നുള്ള വസ്തുതയാണ്. രണ്ടാമതായി മുസ്ലിം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിക്കതീതമായി ലോകത്തൊന്നും സംഭവിക്കുകയില്ല എന്നതാണ്. മൂന്നാമതായി മുസ്ലിം മനസ്സിലാക്കേണ്ടത് ശത്രുക്കൾ എത്ര തന്നെ സംഘടിച്ചാലും എത്ര ശക്തമായി നിന്നാലും യഥാർത്ഥ മുഅ്മിനിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്, അതല്ലാതെ ഭയപ്പെടുകയില്ല അയാൾ ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായി മുസ്ലിം മനസ്സിലാക്കേണ്ടത് മുസ്ലിമിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്, മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിശാചിൻ്റെ പണിയാളുകളുമാണ്. എന്നാൽ അള്ളാഹുവിനെ മാത്രമായിരിക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഭയപ്പെടുക എന്നുള്ളതാണ്. അഞ്ചാമതായി മുസ്ലിം മനസ്സിലാക്കേണ്ടത് ഏതവസരമാണെങ്കിലും അവൻ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി നല്ല മുസ്ലിമായി ജീവിക്കുകയും ആ ഇസ്ലാമിക പ്രബോധനത്തിന് ആ അവസരത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അത് നിർദ്ധരിച്ച് കണ്ടെത്തി അതനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളായി ഇവിടെ നിൽക്കുവാനും അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുവാനും ചരിത്രത്തിൽ ദീനിൻ്റെ വക്താക്കളായി നിന്ന അഭിമാനികളായി നിന്ന ആളുകളായി സ്ഥലം പിടിക്കുവാനും സാധിക്കും. നാളെ മരണാനന്തര ജീവിതത്തിൽ അഭിമാനികളായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ആളുകളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്ഥാനം പിടിക്കുവാനും നമുക്ക് സാധിക്കും.